എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ചില ദിവസങ്ങളായി കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങൾക്കെതിരെ, അവരുടെ നിലനിൽപ്പിനെതിരെ അവരെന്തിനു നിലനിൽക്കുന്നു, അവരെയും കൊണ്ട് ഈ ഭൂമിയിൽ എന്താണ് ഒരാവശ്യം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മാർപ്പാപ്പന്മാർ ചെയ്തിട്ടുള്ള വൃത്തികേടുകൾ, അവരുടെ അച്ഛന്മാർ ചെയ്തിട്ടുള്ള വൃത്തികേടുകൾ, ഇതൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ചിലർ ചോദിച്ചു, ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മാർപ്പാപ്പന്മാർ ചിലർ ലൈംഗിക പ്രിയരും ഭോഗപ്രിയരും മദ്യപ്രിയരും തങ്ങളുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തവരും ഒക്കെ ആയിരുന്നു. പല ബിഷപ്പ്മാരും പല അച്ഛന്മാരും. അവരുടെ ഇതുപോലെയുള്ള കഥകൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ചോദ്യമാണ്. ഗുണം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, കത്തോലിക്ക സഭ സമൂഹത്തിന് വേണ്ടി ചെയ്തതെന്ത് എന്ന് ഒന്ന് മറ്റുള്ളവർക്ക് അറിയാനിടയായിത്തീരും. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ക്രിസ്തീയ സഭയല്ല. കാരണം അത് മറിയൻ സഭയാണ്, മരിയൻ സഭ. ക്രിസ്തീയ സഭ എന്ന് മാറ്റിയിട്ട് അതിന് മരിയൻ സഭ എന്ന് പേരിടണം. കാരണം ക്രിസ്തുവിനേക്കാൾ കൂടുതൽ അവർ ബഹുമാനം കൽപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം മറിയോടാണ്. അവർ പറയുന്നത്, അമ്മയുടെ മോനോടൊന്ന് പറയണം, എനിക്ക് വയറ്റ് വേദനയാണ്, എൻ്റെ വയറ്റ് വേദന ഒന്ന് മാറ്റിത്തരാൻ അമ്മയുടെ മോനോടൊന്ന് പറയണം. അമ്മേ, എനിക്ക് കടബാധ്യതയുണ്ട്, അമ്മ ആ മോനോടൊന്ന് പറയണം, എൻ്റെ ഈ വയറ്റ് വേദന ഒന്ന് മാറ്റിത്തരാൻ, അല്ലെ എൻ്റെ ഈ കടബാധ്യത ഒന്ന് മാറ്റിത്തരാൻ അമ്മ മോനോടൊന്ന് പറയണം. അതുമാത്രമല്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ യേശുവിനെ വിളിച്ച് മടിയിലിരുത്തുകയും മോനെ, കുട്ടാ, ചക്കരെ എന്ന് വിളിച്ച് താലോലിക്കുകയും ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ട ടിസൺ ബ്രദർ പറയുന്നത്. അതുപോലെ തന്നെ സ്വർഗത്തിൽ ചെല്ലുമ്പം യേശു കർത്താവ് മറിയയെ കാണുമ്പോൾ, അമ്മേ, എന്നാ ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ, അമ്മ വന്ന് എൻ്റെ അടുക്കൽ ഇരിക്കൂ, എനിക്ക് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി തരൂ, എനിക്ക് ഒരു ചായ ഇട്ട് തരൂ എന്ന് പറയും എന്നാണ് ടിസൺ പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് കള്ളമല്ല, വളരെ വസ്തുതാപരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട ടിസൺ തോമസ് പറഞ്ഞ വാക്കുകളാണിത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശുവിനെ കാണുമ്പോൾ മറിയ മോനെ, കുട്ടാ എന്ന് വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മറിയയെ കാണുമ്പോൾ അമ്മേ, അമ്മച്ചി, പൊന്നമ്മേ, എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹം തോന്നുമ്പോൾ ഞാൻ എപ്പോഴും സ്നേഹമുണ്ട്, അങ്ങനെയല്ല, ചില സമയത്തൊക്കെ പൊന്നമ്മേന്ന് വിളിക്കും എന്ന് പറഞ്ഞ പോലെ യേശു മറിയത്തെ പൊന്നമ്മേ എന്ന് വിളിക്കും എന്നാണ് ടിസൺ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഒരു പെന്തക്കോസ്തുകാരനായ എനിക്ക് കത്തോലിക്ക മതം എന്ന ഒരു ബിസിനസ് സ്ഥാപനത്തോട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തോടെ സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന പണത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി റോഡുകളിലും തെരുവുകളിലും വഴിവെക്കുകളിലും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അവരുടെ കയ്യിൽ ഒരു പിച്ച ചട്ടി കൊടുത്ത് അവരുടെ മുമ്പിൽ ഒരു വലിയ ഭണ്ണാരക്കുറ്റി വെച്ച് അതിൻ്റെ അകത്തേക്ക് ഭിക്ഷാടനം നടത്തുന്ന ഈ സഭയും ഞാനും തമ്മിൽ എന്താണ് ബന്ധമിരിക്കുന്നത്? റോഡുകളിലും വഴികളിലും തെരുവുകളിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഭണ്ണാരക്കുറ്റി ഉണ്ടാക്കി വെച്ചേക്കാണ്. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്തോടെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരുത്തൻ അവിടെ ഒരു ഭണ്ണാരക്കുറ്റി കാണുകയും റോഡ് സൈഡിൽ പൈസ എടുത്ത് ഒറ്റ ഏറാണ്. അത് എൻ്റെ മോന്തയ്ക്ക് തട്ടി. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് പൈസ ഇടണമെങ്കിൽ ഇറങ്ങിപ്പോയിട, എൻ്റെ മോന്തയെ കൊണ്ടു. ഇതുപോലെ പിച്ചക്കാശ് വാങ്ങിച്ച് വളർത്തിയ ഒരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിനെതിരെ ഞാൻ സംസാരിച്ചു. ഇത് സംസാരിച്ചത് മറ്റൊന്നുമായിട്ടല്ല, ഒരു പെന്തക്കോസുകാരൻ്റെയും വായിൽ കോലിട്ട് കുത്തരുത്. ഇതാണ് എനിക്ക് ഈ കത്തോലിക്ക മതവിശ്വാസികളോട് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ വിശ്വാസം ശരിയല്ല, നിങ്ങൾ മരിയൻ സഭയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല.
ഒരു പക്കാ ബിസിനസ് സ്ഥാപനം നടത്തുന്ന നിങ്ങൾ പെന്തക്കോസുകാരായ സത്യ സുവിശേഷ പ്രവർത്തകരായ ഞങ്ങളോട് കോർക്കാൻ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക, എന്നിട്ട് വേണം കോർക്കാൻ വരാൻ. പോട്ടെ, നിങ്ങളൊരു ബിസിനസ് സ്ഥാപനമാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുന്നു, എന്നാൽ നിങ്ങൾ മരിയൻ സഭക്കാരാണ്, ഒക്കെ സമ്മതിക്കുന്നു. നിങ്ങളും പെന്തക്കോസ്തുകാരും തമ്മിൽ എന്താണ് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുകയോ ബിംബത്തെ ആരാധിക്കുകയോ കള്ളു കുടിക്കുകയോ പെണ്ണ് പിടിക്കുകയോ റോട്ടിൽ കിടക്കുകയോ തമ്മിത്തല്ലുണ്ടാക്കുകയോ ഇത് നിങ്ങൾ ചെയ്താൽ എന്നെ സംബന്ധിച്ച് എന്താണ്? പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട്. എവിടെയാണെന്നറിയോ? ഇത്രയും വൃത്തികേടുകൾ നിങ്ങൾ ചെയ്തിട്ട് ഒരു പെന്തക്കോസ്തുകാരനെ നിങ്ങൾ പെന്തോകൾ എന്ന് വിളിക്കുന്നു, പോത്തിൻ കുളം എന്ന് വിളിക്കുന്നു. ഒന്ന് ആലോചിക്ക്. മണ്ടന്മാരായ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, യേശു കർത്താവ് എവിടെയാണ് സ്നാനമേറ്റ? പോത്തും കുളത്തിലാണോ? നിങ്ങൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ചട്ടി ഉണ്ടാക്കി വെച്ച ചട്ടിയിലാണോ മുങ്ങിയത്? നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഓരോ ചട്ടികളുണ്ട്, ആ ചട്ടിക്കകത്താണോ യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയത്? അല്ല, നദിയിലിറങ്ങി സ്നാനപ്പെട്ടു. നിങ്ങളെപ്പോലെ മണ്ടന്മാരാരാ ഉള്ളത്? പോത്തുംകുളം പെന്തോകൾ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാവോ, യേശുവിൻ്റെ അമ്മയായ മറിയം ഒരു പെന്തക്കോസ്തുകാരി ആയിരുന്നു? നിങ്ങൾക്കറിയാമോ? എന്തെങ്കിലും ചിന്തിക്കാനുള്ള ഒരു സാമാന്യ മൂള നിങ്ങൾക്കുണ്ടോ മിസ്റ്റർ ടിസൺ? യേശുവിൻ്റെ അമ്മയും അവിടെ കൂടിയിരുന്ന ആളുകളും പെന്തക്കോസ് ദിവസമാണ് കൂടിയിരുന്നത്. ആ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടെ അവിടെ രൂപീകൃതമായ ഒരു സഭയാണ് പെന്തക്കോസ്ത് സഭ. എന്നാൽ പെന്തക്കോസ് സഭ നമ്മുടെ എഴുതിയിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള, പരിശുദ്ധാത്മാവിൻ്റെ ആ നിയന്ത്രണത്തിൽ നടത്തുന്ന സഭയാ പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പെന്തോകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം യേശുവിൻ്റെ അമ്മയായ മരിയത്തെയാണ് ചീത്ത പറയുന്നത്. നിങ്ങൾ എന്തിനാണ് സുഹൃത്തെ ഈ മരിയത്തെ, യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ഇത്രയും താഴ്ത്തി കെട്ടുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാണവും ഉളുപ്പും ഉണ്ടോ? നിങ്ങൾ പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു പിച്ചച്ചട്ടിയും കൈ പ്രിണ്ടി കൊണ്ടുവച്ചിട്ട് യേശുവിൻ്റെ അമ്മയെ അപമാനിക്കാൻ. യേശുവിൻ്റെ അമ്മ മറിയം ഒന്നാമത്തെ പെന്തക്കോസ്തുകാരിയായിരുന്നു. അവിടെ കൂടിയിരുന്ന ആളുകൾ പെന്തക്കോസ്തുകാരായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ കൂടി രൂപീകൃതമായ ഒരു സഭയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വന്നത്. അവിടെ കത്തോലിക്ക സഭയുണ്ടോ? ഓർത്തഡോക്സ് സഭയുണ്ടോ? മാർ തോമയുണ്ടോ? ഏതെങ്കിലും ഒരു സഭയുണ്ടോ? അവിടെ പെന്തക്കോസ്ത് പെരുന്നാളിൽ വന്നുകൂടിയ ജനങ്ങൾ, അവിടെ രൂപീകൃതമായ ഒരു സഭയാണ്, അത് വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടം. അപ്പോൾ പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി മരിയയെ സ്നേഹിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിൽപ്പെട്ട കാര്യം. നിങ്ങൾ മരിയെ ആരാധിക്കുകയോ വിഗ്രഹം ഉണ്ടാക്കുകയോ എന്ത് വെള്ളം കാണിക്കുക. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, പെന്തക്കോസുകാരോട് കൊമ്പ് കോർക്കാൻ വരുമ്പോൾ സാമാന്യം ഒരു മൂള തലയ്ക്കകത്ത് വേണം, അല്ലെങ്കിൽ ചിലപ്പം തുണിയില്ലാതെ ഓടേണ്ടതായിട്ട് വരും എന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. ശക്തമായി വീണ്ടും പറയുകയാണ്. ഞാൻ എന്ന് പറയുന്ന സാജു തോമസ് എന്ന് പറയുന്ന പെന്തക്കോസ്തുകാരൻ, എനിക്ക് കത്തോലിക്ക സഭയുമായി ഒരു വൈരാഗ്യമില്ല. കാരണം നല്ലതുപോലെ ബിസിനസ് അറിയാവുന്ന, ബിസിനസ് പ്രേരിപ്പിക്കുന്ന, ബിസിനസ് ചെയ്യുന്ന ഒരു പക്കാ ബിസിനസ് സ്ഥാപനമാണ് കത്തോലിക്ക സഭ. അവരിൽ നിന്ന് നമുക്ക് ബിസിനസ് പഠിക്കാനുണ്ട്. ദൈവശാസ്ത്രം പഠിക്കാനില്ല, ദൈവിക വേലകൾ പഠിക്കാനില്ല. അവരിൽ നിന്ന് പഠിക്കാനാകപ്പാടെയുള്ളത് ഒരു ബിസിനസ് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്നോട് പറഞ്ഞു സാജു തോമസ് ഒരു കത്തോലിക്ക വിരോധിയാണ്, ടിസൺ തോമസ് കത്തോലിക്ക മതത്തിൻ്റെ അന്ധതയിൽ ജീവിക്കുന്നതാണ്. പക്ഷേ സാജു തോമസ് എന്ന് പറയുന്ന ഞാൻ കത്തോലിക്ക സഭയ്ക്കെതിരെ ചെയ്ത വീഡിയോക്കാളും കഷ്ടമായിട്ട് ടിസൺ തോമസ് എന്ന് പറയുന്ന കത്തോലിക്ക മതവിശ്വാസി പണ്ഡിതൻ
പാമ്പളാനി പിതാവിൻ്റെ അരുമ ശിഷ്യൻ അദ്ദേഹം കത്തോലിക്ക സഭയെക്കുറിച്ച് പറഞ്ഞതാണ് നിങ്ങളെന്ന് കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ വീട്ടിൽ ഞങ്ങൾ ചിലപ്പോൾ പെണ്ണ് പിടിക്കും, കള്ളു കുടിക്കും, മറ്റൊന്ന് പലതും ചെയ്തു. അത് നിങ്ങൾക്കെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ കള്ളു കുടിക്കുകയോ പെണ്ണ് പിടിക്കുകയോ വ്യഭിചാരം ചെയ്യുകയോ വിഗ്രഹത്തെ ആരാധിക്കുകയോ അത് നിങ്ങളുടെ സൗകര്യത്തിൽപ്പെട്ട കാര്യം. ഒരിക്കൽ ഒരാൾ ചോദിച്ചു, മുഹമ്മദ് നബി 50-ാമത്തെ വയസ്സിൽ 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയാക്കിയെടുത്തു, ഐഷ. അപ്പോൾ ഒരു മതപണ്ഡിതൻ പറഞ്ഞു, എന്താ അസഭ്യമാണ് ഈ പറയുന്നത്? 6-ാമത്തെ വയസ്സിലുള്ള ഒരു പെൺകുട്ടിയുമായി 50 വയസ്സുള്ള മുഹമ്മദ് നബി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടോ? ഇല്ല. ഇസ്ലാമിക് പണ്ഡിതൻ പറയാണ് 10-ാമത്തെ വയസ്സിലാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ 10-ാമത്തെ വയസ്സിൽ 50 വയസ്സുള്ള ഒരാൾ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. അത് മുഹമ്മദ് നബിയുടെ മോറൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ്. പക്ഷെ അടുത്ത ഒരാൾ ചോദിച്ചു, സുഹൃത്തെ, കല്യാണം കഴിച്ച മുഹമ്മദ് നബിക്ക് കുഴപ്പമില്ല, കെട്ടിച്ചു കൊടുത്ത ഈ ഐഷയുടെ മാതാപിതാക്കൾ കുഴപ്പമില്ല, കല്യാണം കഴിച്ച ഐഷയ്ക്കും കുഴപ്പമില്ല, പിന്നെ തനിക്കെന്താ കുഴപ്പം? ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. 50 വയസ്സുള്ള മുഹമ്മദ് നബി 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എന്താ കുഴപ്പം? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് അവരുടെ കുടുംബകാര്യം സുഹൃത്തെ. അത് അവരുടെ സമൂഹം അനുവദിച്ചു കൊടുത്തു, അവരുടെ വീട്ടുകാർ അനുവദിച്ചു കൊടുത്തു, അത് അവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യം. അതിൽ ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്? പക്ഷേ ആ വ്യക്തിയുടെ ജീവിതം നമ്മൾ മാതൃകയാക്കണം എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ഞാനും നിങ്ങളും ആ വ്യക്തിയുടെ ജീവിതം മാതൃകയാക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എത്ര കല്യാണം കഴിച്ചോ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. കത്തോലിക്ക അച്ഛന്മാർ എത്ര വ്യഭിചാരം ചെയ്തോ അത് പെന്തിക്കോസുകാർക്ക് എന്നാ കുഴപ്പം? ഇതൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ ഉപ്പും ചോറും തിന്ന് നിങ്ങളുടെ അപ്പവും മീഞ്ഞും കഴിച്ച് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് പാമ്പളാനി പിതാവിൻ്റെ ഒപ്പം ഇരുന്ന് കത്തോലിക്കരുടെ ഒപ്പം ഇരുന്ന് ഞാനൊരു കത്തോലിക്കനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചെവി തിന്നുന്ന ഈ ടിസൺ തോമസ്, അദ്ദേഹത്തെയാണ് ഞാനിന്ന് വരച്ച് കാണിക്കാൻ പോകുന്നത്. ഞാനും താങ്കളും ആശയം കൊണ്ട് എതിർപ്പുണ്ട്. പക്ഷേ ടിസൺ നിങ്ങളുടെ ആളാണ്, നിങ്ങളുടെ കൂടത്തിരിക്കുന്ന ആളാണ്, നിങ്ങളുടെ കൂടെ ഇരുന്ന് അപ്പവും മീഞ്ഞും കഴിക്കുന്നയാളാണ്. ആ ടിസൺ കത്തോലിക്ക സഭയെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹത്തിൽ പൊതുവെ കത്തോലിക്കർ അംഗീകരിച്ചിട്ടുള്ള ഒരു മതപണ്ഡിതനാണ് ടിസൺ തോമസ്. അദ്ദേഹം ഒരു നേഴ്സാണ്, എന്തുവായിക്കൊള്ളട്ടെ, അദ്ദേഹം തന്നെ ചെയ്തു. പക്ഷേ കത്തോലിക്ക സഭയ്ക്കകത്തിരുന്നു കൊണ്ട് കത്തോലിക്ക സഭയിലുള്ള അച്ഛന്മാരെല്ലാം വ്യഭിചാരികളാണെന്നും കത്തോലിക്ക സഭയുടെ മഠങ്ങൾ വ്യഭിചാരശാലകളാണെന്നും ഈ അച്ഛന്മാരെയൊക്കെ അച്ഛന്മാർക്ക് പെണ്ണ് കൂട്ടിക്കൊടുക്കാൻ കത്തോലിക്ക സഭയിൽ കുറേ ആളുകളുണ്ട് എന്നും ഒരു കത്തോലിക്കനായ ടിസൺ തോമസ് പറയുമ്പോൾ കത്തോലിക്ക സമൂഹമേ നിങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതെൻ്റെ വാക്കുകളല്ല, എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പെണ്ണ് പിടിക്കുവോ, നിങ്ങൾ എന്ത് കാണിച്ചോ, ഇത് എന്നെ ബാധിക്കുന്ന കാര്യമാണോ? അല്ല, ഏത് മനുഷ്യനും അത് അല്ലെങ്കിൽ ഞാൻ കിടക്കാം. പക്ഷേ ഇത് നിങ്ങളൊന്ന് കേൾക്കണം. ഇത് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ വായിക്കകത്ത് കോലിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതാണ് ഞാനീ പറഞ്ഞത്. ഇതെൻ്റെ ടിസൺ തോമസിൻ്റെ ഓരോ വാക്കുകൾ നിങ്ങളെ കേൾപ്പിക്കാം. എന്നിട്ട് പറയണം, പാമ്പളാനി പിതാവ് പറയണം ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കണോ, കത്തോലിക്ക അച്ഛന്മാർ പറയണം ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കണോ, ഇദ്ദേഹത്തെ നാളെ പള്ളി കയറ്റി അപ്പവും മീഞ്ഞും കുർബാനയും കൊടുക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇത് എന്നോട് പറഞ്ഞില്ല, എൻ്റെ കുടുംബത്തെയും ഭാര്യയും മക്കളെയൊക്കെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു. എനിക്കതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. ഇതൊന്നും എനിക്കിതൊക്കെ ഒരു സിമ്പിളായിട്ട് ഞാൻ എടുക്കും. ഒരു പൂച്ചയും എലിയും പോലെയുള്ള ഒരു കളിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. എനിക്ക് പലപ്പോഴും ലജ്ജ തോന്നുന്നു, ഇത്രേ ഉള്ളൂ. ഇന്നേ ഇതൊന്നും ബാധിക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കത്തോലിക്ക സഭയിൽ ഇഷ്ടം പോലെ വൃത്തികെട്ട അച്ഛന്മാരുണ്ട്, പെണ്ണുപിടിയന്മാർ. അവന്റെയൊക്കെ കാലിനാക്കി അവരെയെല്ലാം വിശുദ്ധനാക്കി നടക്കുന്ന ഒരു വൃത്തികെട്ട അച്ഛൻ ജോഷ്. അതുകൊണ്ട് സഭയിൽ ഭയങ്കര സ്ഥാനമാണ്. കാരണം എന്താണ്? സഭയിലെ തിന്മയുടെ കോക്കസിന്റെ ഏറ്റവും വലിയ പള്ളിക്കുട്ടനായി നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ.
ഇന്നലെ എനിക്ക് മനസ്സിലായി. കണ്ടോ, ടിസന്റെ വാക്കുകളാണ്. കത്തോലിക്ക സഭയിലുള്ള വൈദികന്മാർ വെറും പെണ്ണുപിടിയന്മാരാണ് എന്നാണ് ടിസൻ പറയുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം, ചുമ്മാ പറയുന്നതല്ല. കത്തോലിക്ക സഭയുടെ പെണ്ണുപിടിയൻ അച്ഛന്മാരുടെ കാലിനത്തിയായിട്ട് നടക്കുന്ന ഒരുത്തൻ. കത്തോലിക്ക അച്ഛന്മാർ പെണ്ണുപിടിയന്മാരാണ്, ഒരു കത്തോലിക്ക സഭക്കാരൻ പറയുകയാണ്. ആ പെണ്ണുപിടിയന്മാരായി നടക്കുന്ന അച്ഛന്മാരുടെ കാല് നക്കികളായി കുറെ പേരുണ്ട്. അവരുടെ പരിപാടി അച്ഛന്മാർക്ക് കൂട്ടിക്കൊടുക്കലാണ്. ആരാണ് പറയുന്നത്? ടിസൻ തോമസ്, കത്തോലിക്ക മതപണ്ഡിതൻ. സാജു തോമസ് പറഞ്ഞിട്ടില്ല, ഇവിടെയുള്ള ഒരു പെന്തക്കോസ്തുകാരനും പറഞ്ഞിട്ടില്ല, പറയുമില്ല. പക്ഷെ കത്തോലിക്ക സഭക്കാരൻ പറയുകയാണ്, കത്തോലിക്ക സഭയിൽ അച്ഛന്മാർക്ക് പെണ്ണു കൂട്ടിക്കൊടുക്കാൻ അതിന് പ്രത്യേകമായ ആളുകളെ തിരിച്ചിട്ടുണ്ട്. സുഹൃത്തെ, ഒന്നാമത് സഭയിൽ അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, ഇങ്ങനെ ശുശ്രൂഷകന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക സഭയിൽ ഇതിനു പുറമെ പെണ്ണു കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പദവി കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ ടിസൻ പറയുന്നത്. എൻ്റെ വാക്കുകളല്ല. നാളെ ഒരു കത്തോലിക്കനും എന്നെ വിളിച്ചിട്ട് ചോദിച്ചേക്കരുത്. എന്നെ നല്ല പച്ച തെറി പറഞ്ഞ് ഒരുത്തരൊരു കമൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, പായും മായും എല്ലാം കൂട്ടി. അവനോടാണ് ഞാൻ ചോദിക്കുന്നത്, നീ എനിക്കെതിരെ എഴുതി വിട്ടു തെറി, പക്ഷെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സഭയിൽ മാർപ്പാപ്പയുണ്ട്, കാർദിനാലുണ്ട്, മേജർ ആർച്ച് ബിഷപ്പുണ്ട്, ബിഷപ്പ്മാരുണ്ട്, അതുപോലെ വികാരി ജനറൽമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ അച്ഛന്മാർക്ക് പെണ്ണ് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ആളുകളെ നിയമിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ കത്തോലിക്കനായ, നിങ്ങളുടെ മതഭ്രാന്തനായ, നിങ്ങളുടെ അപ്പം വീഞ്ഞ് തിന്ന് ജീവിക്കുന്ന ടിസൻ പറയുന്നത്. കേട്ടു നോക്ക്. കത്തോലിക്ക സഭയിൽ ഇഷ്ടം പോലെ വൃത്തികെട്ട അച്ഛന്മാരുണ്ട്, പെണ്ണുപിടിയന്മാർ. അവന്റെയൊക്കെ കാല് നാക്കി അവരെല്ലാം വിശുദ്ധനാക്കി നടക്കുന്ന ഒരു വൃത്തികെട്ട അച്ഛൻ ജോഷ്. അതുകൊണ്ട് സഭയിൽ ഭയങ്കര സ്ഥാനമാണ്. കാരണം എന്താണ്? സഭയിലെ ഇതിൻ്റെ അകത്ത് പോയിന്റ് നമ്പർ 1 ശ്രദ്ധിച്ച് കേട്ടോണം. കത്തോലിക്ക അച്ഛന്മാരെല്ലാം പെണ്ണുപിടിയന്മാരാണ്. ആര് പറഞ്ഞു? ടിസൻ. രണ്ടാമത് പറയുകയാണ്, കത്തോലിക്ക സഭയിൽ പെണ്ണു പിടിക്കുന്ന അച്ഛന്മാരുടെ കാല് നക്കികളായി കുറെ പേരുണ്ട്. ആ പെണ്ണ് പിടിക്കുന്ന അച്ഛന്മാർക്ക് പെണ്ണ് കൊടുക്കുമ്പോൾ അവർക്ക് സഭയിൽ ലഭിക്കുന്ന ഉയർന്ന സ്ഥാനമാണ്. നാണമില്ലേ ഇങ്ങനെ പറയാൻ? എന്താ കത്തോലിക്ക പള്ളിയിലെ അച്ഛന്മാരെല്ലാം പെണ്ണുപിടിയന്മാരാണോ? ഞാൻ പറയുന്നു, ഒരു പെന്തക്കോസ്തുകാരനായി ഞാൻ പറയുന്നു, അല്ല, ചില ആളുകളുണ്ട്. എന്നാൽ ടിസൻ പറയുന്നു എല്ലാവരും പെണ്ണുകുട്ടി കൊടുക്കുന്നവരാണ്, പെണ്ണുപിടിയന്മാരാണ്. പക്ഷെ പെന്തക്കോസ്തുകാരനായി ഞാൻ പറയുന്നു, അല്ല. ടിസന് കത്തോലിക്ക സഭ എന്താണെന്ന് അറിയത്തില്ല. കത്തോലിക്ക സഭയിലുള്ള വൈദികന്മാരെല്ലാം പെണ്ണുപിടിയന്മാരാണോ മിസ്റ്റർ ടിസൻ? കത്തോലിക്ക സഭയിലുള്ള ബിഷപ്പ്മാർ എല്ലാം പെണ്ണുപിടിയന്മാരാണോ? അല്ല സുഹൃത്തെ, അല്ല. നിങ്ങൾക്ക് കത്തോലിക്ക സഭയെക്കുറിച്ച് എന്തറിയാം? അറിയത്തില്ലെങ്കിൽ ആദ്യം ഞങ്ങളോട് ചോദിക്കുക, പെന്തക്കോസ്തുകാരോട് ചോദിക്കുക, ഞങ്ങൾ പറഞ്ഞു തരാം. ചില അച്ഛന്മാർ പെണ്ണുപിടിയന്മാരാണ്, ചില കന്യാസ്ത്രീകൾ ലൈംഗികമായിട്ടുള്ള വീക്ക്നെസ് ഉള്ളവരാണ്, ചില ബിഷപ്പുമാർ അങ്ങനെയുള്ളവരാണ് എന്നോർത്തുകൊണ്ട് കത്തോലിക്ക സഭയിലുള്ള അച്ഛന്മാരെല്ലാം പെണ്ണുപിടിയനാണെന്ന് ഈ കത്തോലിക്കനായി ടിസൻ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്തെങ്കിലും ഒരു നാണോ ഉളുപ്പും വേണ്ടേ പറയാൻ? ഈ കത്തോലിക്ക സഭയിലെ അച്ഛന്മാരെല്ലാം പെണ്ണുപിടിയന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച പോയി അവിടെ ചെന്ന് അപ്പം വീഞ്ഞും വിഴുങ്ങുന്നതൊന്ന് ആലോചിച്ച് നോക്കിക്കും നിങ്ങൾ. ഇതാണ്. എന്നിട്ട് പറയുകയാണ്, കത്തോലിക്ക സഭയിലെ അച്ഛന്മാർക്ക് പെണ്ണുകൂട്ടി കൊടുത്താൽ അവർക്ക് സഭയിൽ ഉയർന്ന സ്ഥാനം കിട്ടും. ടിസന്റെ വാക്കുകൾ അനുസരിച്ച് കത്തോലിക്ക സഭയിൽ പെണ്ണുകൂട്ടി കൊടുത്താൽ എന്ത് സംഭവിക്കും? ഉയർന്ന സ്ഥാനം കിട്ടും. ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പെന്തക്കോസ്ത് പാസ്റ്ററായ അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ടിസൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. കത്തോലിക്ക അച്ഛന്മാർ നിങ്ങൾ പറയുന്ന പോലെ ഇത്രമാത്രം വ്യഭിചാരികളൊന്നുമല്ല. അപ്പോൾ അത് പറയുമ്പോൾ ഈ വികാരം എല്ലാവർക്കും ഉണ്ട്. അത് അച്ഛനായാലും കൊള്ളാം, മാർപ്പാപ്പയ്ക്കായാലും കൊള്ളാം, വികാരമുണ്ട്. മിസ്റ്റർ ടിസൻ, നിങ്ങൾ 45 വയസ്സ് പ്രായമുള്ള ഒരു നേഴ്സാണ്. ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ സാമാന്യം നമ്മുടെ മെഡിക്കൽ പരമായി ഒരല്പം അറിവുണ്ടാവണം. മിസ്റ്റർ ടിസൻ, ഞാൻ താങ്കളോട് ചോദിക്കും,
എനിക്ക് താങ്കളെ അവൻ ഇവനൊന്നും വിളിക്കണം, ഞാൻ വിളിക്കില്ല. സുഹൃത്തെ, ഒരു സ്ത്രീ എപ്പോഴാണ് അവരുടെ വയസ്സ് അറിയിക്കുന്നത്? താങ്കൾ ഒരു നേഴ്സല്ലേ, ഒന്ന് പറയാമോ? 11 വയസ്സ്, 12ാമത്തെ വയസ്സ്, 11, 12, 13, 14 വയസ്സ് വരുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിന് വ്യത്യാസങ്ങളുണ്ടാകുന്നു, ലൈംഗിക ആഗ്രഹങ്ങളുണ്ടാകുന്നു. അതുപോലെ പുരുഷന്മാർക്ക് 14, 13, 14, 15 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിൽ മറ്റൊരു ജീവൻ കൊടുക്കാനുള്ള ഘടകങ്ങൾ ഉണ്ടാകുന്നു. അവനൊരു പിതാവാകാനുള്ള എല്ലാ കഴിവുകളും അവന് ലഭിക്കുന്നു. 14, 15 വയസ്സാകുമ്പോൾ അവന് മീശ വരുന്നു, അവൻ്റെ ശരീരം അവൻ്റെ സൗണ്ട് മാറുന്നു. 14 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടികളുണ്ടാകും. ഇത് നിങ്ങൾ നേഴ്സല്ലേ, നിങ്ങൾക്കറിയാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, നിങ്ങൾ നേഴ്സല്ലേ, നിങ്ങൾക്കറിയാമോ? എന്നാൽ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സഹോദര, പ്രായപൂർത്തിയായ 14, 15 വയസ്സ് കഴിഞ്ഞ് വളരുന്ന ഒരാൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും തമ്മിൽ ആകർഷണം ഉണ്ടാകും. അവൻ ആകർഷണം ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് മാനസികമായി എന്തോ പ്രശ്നമുണ്ട് എന്നാണ്. മനസ്സിലാക്കണം. പ്രായത്തിനനുസരിച്ച് വരുമ്പോൾ ലൈംഗിക ചിന്തകളുണ്ടാകും. ലൈംഗിക ചിന്തകളില്ലാത്തതിൻ്റെ അർത്ഥം അവൻ എന്തോ മാനസിക പ്രശ്നമുണ്ടെന്നാണ്. സ്ത്രീകൾക്കും ചിന്തകളുണ്ടാകും, പരസ്പരം ആകർഷണം ഉണ്ടാകും, പരസ്പരം കെട്ടിപ്പിടിക്കാനും പ്രേമിക്കാനും ഉമ്മ വയ്ക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും പരസ്പരം ആശ്ലേഷിക്കാനും ഒക്കെ തോന്നും. അത് മനുഷ്യ സഹജമാണ് മിസ്റ്റർ ടിസൺ തോമസ്. അപ്പോൾ കത്തോലിക്ക അച്ഛന്മാർ പെണ്ണുപിടിയന്മാരെന്ന് നിങ്ങൾ പറയുമ്പോൾ 100 പേരെ എടുത്താൽ അത് 10 പേരായിരിക്കും അതിൻ്റെ അകത്തുള്ളത്. പക്ഷെ 90 പേരും അവരുടെ വിചാരങ്ങൾ അടക്കി നിൽക്കുന്നു. അവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അവർ പറയുന്നു, ഞങ്ങൾ മരിയ നിമിത്തം അല്ലെങ്കിൽ സഭ നിമിത്തം ഞങ്ങളുടെ ശരീരത്തിലെ വിചാരങ്ങളെ ഞങ്ങൾ അടിച്ചമർത്തുന്നു. സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നു. നിങ്ങളൊരു നേഴ്സല്ലേ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പുരുഷൻ്റെ ലൈംഗിക വികാരങ്ങൾ എത്ര നാൾ നിലനിൽക്കും? ഒരു സ്ത്രീയുടെ ലൈംഗിക വികാരങ്ങൾ എത്ര നാൾ നിലനിൽക്കും? 45 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു സ്ത്രീക്ക് അവരുടെ ശരീരത്തിൽ മാറ്റങ്ങളുണ്ടാകും. പിന്നെ ലൈംഗിക താല്പര്യം കുറയും. പുരുഷന്മാർക്ക് അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ്റെ ശരീരമാണ്, നമ്മൾ പാപം ചെയ്യും. അത് പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥന, ഉപവാസം, ഭക്ഷണം കുറയ്ക്കൽ, എക്സർസൈസ്, അതും ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ പറയുന്നു കത്തോലിക്ക അച്ഛന്മാരെല്ലാം പെണ്ണുപിടിയന്മാരാണെന്ന്. പെന്തിക്കോസുകാരനായി ഞാൻ പറയുന്നു, കത്തോലിക്ക മതക്കാരനായി ടിസൺ പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. കാരണം എല്ലാവരും പെണ്ണുപിടിയന്മാരും അല്ല. ഇത് ക്ലിയറായി ഞാൻ വിശ്വസിക്കുന്നു. പരസ്പരം ആകർഷണം തോന്നുക എന്ന് പറയുന്നത് തെറ്റല്ല സുഹൃത്തെ. അങ്ങനെ ആകർഷണം തോന്നുന്നില്ലെങ്കിൽ അവന് മാനസികമായി എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത് കേട്ടോ. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പള്ളിക്കുട്ടനായി നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഇന്നലെ എനിക്ക് മനസ്സിലായി. പള്ളിക്കുട്ടൻ എന്ന് ഉദ്ദേശിച്ചത് അച്ഛന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നവനെന്നാണ് ടിസൺ ഉദ്ദേശിച്ചത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. കത്തോലിക്ക സഭയിൽ ഇരുന്നുകൊണ്ട് കത്തോലിക്ക അച്ഛന്മാരെല്ലാം പെണ്ണുപിടിയന്മാരാന്ന് പറഞ്ഞു. എന്തൊരു നാണം കെട്ട ഏർപ്പാടാ സുഹൃത്തെ. ഞങ്ങൾ പെന്തിക്കോസുകാർക്ക് ഒരുപാട് സംഘടനയുണ്ട്. IPC, UPC, അത് ഇത് മറ്റത്, AG, ചർച്ച് ഓഫ് ഗോഡ്, അത്. പക്ഷെ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒന്നല്ലേ ഉള്ളൂ അല്ലേ? ഒന്നാലും കത്തോലിക്കർ എന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ചുണ്ട്. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പെന്തക്കോസ് പാർട്ടിയുടെ കാര്യം പറയുന്നു എന്ന്, അത് ഞങ്ങളുടെ മറ്റുള്ള സഭകളെക്കുറിച്ച് പറയുന്നു. സഹോദരൻ, നിൽക്കുന്ന സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ചെവി കടിച്ച് പറിച്ചിട്ടുണ്ട്. വേലി തന്നെ വിളവ് തിന്നരുത്. നിങ്ങളുടെ കന്യാസ്ത്രീമാരെല്ലാം പോക്ക് കേസാണെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പോക്ക് കേസാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ച ടിസൺ എങ്ങനെയാണ് പള്ളി ചെല്ലുന്നത്? ടിസൺ ബ്രദർ ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അപ്പം മീഞ്ഞും മേടിച്ച് തിന്നണ്ടേ? കത്തോലിക്ക മതക്കാരാണ് തിരിച്ചറിയേണ്ടത്. എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. കത്തോലിക്ക സഭയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് കത്തോലിക്കരെ തന്നെ ചീത്ത പറയുന്നവരെ നമ്മൾ തിരിച്ചറിയുക. നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് പറഞ്ഞത്. അപ്പൊ ഏതോ ഒരു ജോഷ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവനാണ് ഈ അച്ഛന്മാര്
പെണ്ണ് പിടിക്കുന്ന സമയത്ത് ലൈറ്റ് അടിച്ചു കൊടുക്കുന്നതെന്നാണ് ഈ ടിസം പറയുന്നത്. മെഴുകുതിരി കത്തിച്ചു കൊടുക്കും. മിസ്റ്റർ ജോഷ്, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള, ഈ അച്ഛന്മാർക്ക് നിങ്ങൾ ഈ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് ഈ മെഴുകുതിരി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും വികാരം ഉണ്ടാവില്ലേ? അപ്പം നിങ്ങളും ഇതിൻ്റെ അകത്തെ ആളല്ലേ? എനിക്ക് ഇത് നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് പബ്ലിക്കിലല്ലേ നിങ്ങൾ പറയുന്നത്? നാണമാവില്ലേ നിങ്ങൾക്ക്? ജോഷ്, എന്തു ജോഷ്? ഇവനൊക്കെ ഏതാ ഈ ജോഷ്? അലവലാതി വൃത്തികെട്ടവനൊക്കെ. കത്തോലിക്ക എന്ന പേരും പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയിലെ അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും വിമർശിക്കുന്ന ഈ ജോഷ്, ഇവൻ ഏതാ ഈ ജോഷ്? ഇവനെ കണ്ടു കഴിഞ്ഞ് അവൻ്റെ മുട്ടുകാല തല്ലി പിടിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. കത്തോലിക്കക്കാരെല്ലാം കൂടി എന്തൊരു അസഭ്യമാണ് ഇവർ പറയുന്നത്. ഏതാ ഈ ജോഷ്? അവൻ്റെ കാല് തല്ലി പിടിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം കത്തോലിക്ക അച്ഛന്മാർക്ക് പെണ്ണ് പിടിക്കാൻ നേരത്ത് ലൈറ്റ് അടിച്ചു കൊടുക്കുന്ന ഇവനാണെന്നാണ് ടിസം പറയുന്നത്. അതങ്ങനെയല്ല, അത് തെറ്റാന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. തനിക്കൊക്കെ നാണമില്ലേ? ജോഷ് എന്നും പേരിട്ടുണ്ട് ഈ അച്ഛന്മാർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കാൻ. ഈ ടിസൻ പറയുന്നതും കേട്ടോണ്ട് ലൈറ്റ് അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. നാണമില്ലേ നിങ്ങൾക്ക്? എന്തേ കേട്ടോ? പെണ്ണ് വിട്ട് കൂട്ടിക്കൊടുക്കുന്നവർക്ക് അച്ഛന്മാർക്ക് ഭയങ്കര സ്നേഹമാണ്. ഒന്ന് ആലോചിച്ച്, ഇത് അനുഭവമാണോ മിസ്റ്റർ ടിസൺ ഈ പറയുന്നത്? നിങ്ങൾ ഈ ഇന്ത്യയിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇതായിരുന്നോ പണി? പള്ളിയിൽ അനുഭവമല്ലേ ഗുരു? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതായിരുന്നോ പണി? വ്യഭിചാരം ചെയ്യുന്നവനും വ്യഭിചാരത്തിന് ഒത്താശ ചെയ്യുന്നവനും വ്യഭിചാരത്തിന് സൈഡ് പിടിക്കുന്നവനും അവിടെ വാതിൽ കാവൽക്കാരനായി നിൽക്കുന്നവനും ശിക്ഷ ഒന്ന് തന്നെയാണ്. ഒരു കാലത്ത് ടിസൺ ബ്രദറിൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ടിസൺ ഇതായിരുന്നു പരിപാടി. ഇത് ഞാൻ പറയുന്നില്ല, എനിക്ക് നാണമാകുന്നു പറയാൻ. ഞാനിതൊന്നും പറയല. പക്ഷെ കത്തോലിക്കർ ഇത് തിരിച്ചറിയണം. നിങ്ങൾ എന്താണ് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ശക്തമായ ഭാഷയിൽ നേർക്കുനേരാണ് സംസാരിക്കുന്നത്. ഇത് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തിനാണ് ഇതുപോലുള്ള അലവലാദികളെ ചുമന്നു നടക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഒരു വാക്ക് ഉൾക്കൊണ്ടെങ്കിലും കത്തോലിക്ക സഭ ഒരു പ്രസ്താവന ഇറക്കണം. ഈ അലവലാദിയായ ടിസൺ തോമസ് എന്ന ഈ സഹോദരൻ, ഇദ്ദേഹം കത്തോലിക്ക അച്ഛന്മാർക്കെതിരെയും വൈദികർക്കെതിരെയും പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനപരമായ കാര്യങ്ങളല്ല. അപ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഇത് അടിസ്ഥാനപരമല്ല എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനമല്ല എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അവിടെ പെട്ടുപോകും. റോബിൻ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ്. ഇനി അവരെ വിശുദ്ധന്മാരാക്കുന്നു. പെണ്ണ് പിടിച്ച് നടക്കുന്നവരെ വിശുദ്ധനാക്കുന്നു. ഉണ്ടോ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കത്തോലിക്ക സഭയിലെ പല മാർപ്പാപ്പമാരെയും വിശുദ്ധന്മാരാണ്. അവർ പലരും ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ. സാജു തോമസ് എന്ന് പറയുന്ന ഞാൻ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പമാരെല്ലാം എല്ലാം എന്നല്ല, കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പമാർ ചിലർ, ഏതാണ്ട് 252 മാർപ്പാപ്പമാരുണ്ടായെന്നാണ് പറയുന്നത് അവരുടെ കണക്കനുസരിച്ച്. അതിൽ ചിലർ അവർ ഈ പ്രവർത്തനമെല്ലാം നടത്തിയിട്ട് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു. സാജു തോമസ് എന്തിനാ പറഞ്ഞു? നിങ്ങളുടെ ആൾ, നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ സഭക്കാരൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവൻ, നിങ്ങളുടെ അപ്പം മീഞ്ഞും കഴിക്കുന്നവൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ. ഉണ്ടോ? ഇനി കേൾക്കാൻ പോകുന്നുള്ളൂ. എന്തായാലും ഈ ജോഷ് എന്ന് പറയുന്നവൻ്റെ കഥ തീർന്നു. അവൻ മെഴുകുതിരിയായിട്ട് ഞാൻ പറയുന്നില്ല, ഇനി നിങ്ങൾ കേട്ടാൽ മതി. പള്ളിക്കുട്ടന്മാരെന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കത്തോലിക്ക എല്ലാ രൂപതകളിലും എല്ലാ സമൂഹങ്ങളിലും പിശാചിന്റെ സന്തതികളുണ്ട്. റോബിൻ അച്ഛൻ, ഇന്ന് ജയിലിൽ കിടക്കുന്ന റോബിൻ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്ത ആരായിരുന്നു? താമരശ്ശേരി രൂപതയിലെ അച്ഛന്മാരുടെ ഫോക്കസ്. അയ്യോ, ഇത് അടുത്താണ്. റോബിൻ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്ത താമരശ്ശേരി രൂപത. ഒന്ന് ആലോചിക്ക്. പെണ്ണ് പിടി മാത്രമല്ല, പെണ്ണ് കൂട്ടിക്കൊടുക്കൽ മാത്രമല്ല, പെണ്ണ് പിടിക്കുന്നവരെ സംരക്ഷിക്കുന്നു താമരശ്ശേരി രൂപത. ആര് പറയുന്നു? ടിസൺ പറയുന്നു. ഏത് വ്യക്തിയാണോ താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് അറിയത്തില്ല. ഇദ്ദേഹം കേട്ടാൽ എന്ത് സംഭവിക്കും? കണ്ടോ? ഇതിനെല്ലാത്തിനും ഇതിനകത്ത് വകുപ്പുണ്ട്. പെണ്ണ് പിടിക്കാനും വകുപ്പുണ്ട്, കൂട്ടിക്കൊടുക്കാനും വകുപ്പുണ്ട്, സംരക്ഷിക്കാനും വകുപ്പുണ്ട്, കേസ് പറയാനും വകുപ്പുണ്ട്. ഇതെൻ്റെ വാക്കുകളല്ല. നാളെ എൻ്റെ മുതുകത്തോട്ട് കയറാൻ വരരുത്. ഇത് നിങ്ങളുടെ ആളായ ടിസൺ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. എൻ്റെ മുതുകത്തോട്ട് കയറരുത്. ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങളുടെ ഒരു മത പണ്ഡിതനായിട്ട് വെച്ചിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ ആശയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ
വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ ഒരു വലിയ ആളാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് ഞാനീ പറഞ്ഞത്. ഉണ്ടോ? ആ സൂര്യതരത്തിൽ ഒഴിഞ്ഞു പോകാൻ പറ്റാതെ വന്നപ്പോൾ എന്തെല്ലാം കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഒതുക്കാൻ വരെ ശ്രമിച്ചു. അപ്പനെ പിടിച്ച് മോളുടെ കൊച്ചിന്റെ തന്തയാക്കാൻ ശ്രമിച്ചു. കണ്ടോ? ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു അച്ഛൻ, ഒരു റോബിൻ അച്ഛൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അതിൽ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ അച്ഛന്മാരുടെ സംഘം എന്താ ചെയ്തതെന്നറിയാമോ? ആ പെൺകുട്ടിയുടെ അപ്പനാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് അവർ വരുത്തും. അവർക്ക് സ്വാധീനമുണ്ട്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി അങ്ങനെ എല്ലാ വകുപ്പുമായിട്ട് അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. അധികാരം അവരുടെ കയ്യിലുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ നിരന്തരമായി ഈ റോബിനച്ചൻ പീഡിപ്പിക്കുക മാത്രമല്ല, ആ പെൺകുട്ടിയുടെ പുറത്ത് ലൈംഗിക കാമകേളികൾ നടത്തുക മാത്രമല്ല, ഈ റോബിനച്ചൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കുകയും ആ കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പെൺകുട്ടിയുടെ അപ്പനാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ഈ താമരശ്ശേരി രൂപതയിലുള്ള അച്ഛന്മാരും ബിഷപ്പ്മാരും എല്ലാം കൂടെ ചേർന്ന് ആ കൊച്ചിൻ്റെ അപ്പൻ ആ പെൺകുട്ടിയുടെ അപ്പൻ തന്നെയാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർത്തു. അതിന് കോടികൾ ചെലവാക്കിയെന്നാണ് ടിസം പറയുന്നത്. എനിക്കറിയില്ല, ഒരു കത്തോലിക്കൻ പറയുമ്പോൾ വിശ്വസിച്ചല്ലേ പറ്റൂ. താമരശ്ശേരി രൂപതയല്ലെന്ന് അടുത്ത ഒരുത്തം പറയാ. രൂപത മാറിപ്പോയെന്ന്. ഏത് രൂപതയാന്നും പറയത്തില്ല. വിട്ടവാണം പോലെ അങ്ങ് കത്തിച്ചു വിടുക. ഉണ്ടോ? താമരശ്ശേരി രൂപതയല്ല, മാനന്തവാടിയാന്ന്. വിട്ടവാണം പോലെ അങ്ങ് കത്തിച്ചു വിടുക. സാമാന്യം ചിന്തിക്കുക. ഞാൻ ഈ പോപ്പന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായി? ചുമ്മാ വിട്ടവാണം പോലെ കത്തിച്ചു വിടുക. താമരശ്ശേരി രൂപതയാണ്. അപ്പോൾ അടുത്തവൻ പറയാം മാനന്തവാടി രൂപത. അവർക്ക് തന്നെ അറിയത്തില്ല പീഡനങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു. ഇതിൻ്റെയൊക്കെ കണക്കെടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുസ്തകത്തിൽ എഴുതിയാൽ പോലും തീരുകയില്ല. അച്ഛന്മാരുടെ ചരിത്രങ്ങൾ, മാർപ്പാപ്പന്മാരുടെ ചരിത്രം എഴുതിയ പോലെ അച്ഛന്മാരുടെ ചരിത്രം കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒതുങ്ങുകയില്ല ഇവരുടെ പരിപാടിയൊന്നും. എന്തിനാണ് സുഹൃത്തെ ഈ നാറുന്നത്? എന്തിനാണ് ഈ വൃത്തികേടെല്ലാം കാണിക്കുകയും ചെയ്ത് വന്നിട്ട് പെന്തിക്കോസുകാരുടെ മുഖത്ത് കയറിയാൽ പിന്നെ നാണം കെടുവല്ലേ ഉള്ളൂ? തനിക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാന്നാണ് എൻ്റെ ചോദ്യം. പാവം പഠിച്ച പെന്തിക്കോസുകാരനെ എവിടെയെങ്കിലും വല്ല സുവിശേഷ വേലയൊക്കെ ചെയ്ത് ബൈബിളും പഠിപ്പിച്ച് റോമാലേഖനോ എബ്രായ ലേഖനോ കൊലോസി ലേഖനമൊക്കെ പഠിപ്പിച്ച് ഞാൻ അങ്ങോട്ട് പോകുമല്ലായിരുന്നു. പിന്നെ എൻ്റെ മുഖത്ത് കയറി സവാരി കളിക്കുന്ന ആവശ്യം എന്നാ? അതുകൊണ്ടല്ലേ എനിക്കിത് പറയേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞാൽ അങ്ങ് പച്ചയ്ക്ക് അങ്ങ് പറയും. അതുകൊണ്ട് എൻ്റെ മുഖത്ത് കയറി കുതിര സവാരി നടത്തേണ്ട ആവശ്യമുണ്ടോ? പെന്തിക്കോസുകാരോട് മുട്ടാൻ കത്തോലിക്കനായിട്ടില്ല, മുട്ടിയിട്ട് കാര്യമില്ല, ജയിക്കുകയുമില്ല. അതുകൊണ്ട് വെറുതെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി നാറാൻ ശ്രമിക്കേണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. വൃത്തികെട്ട ജന്മങ്ങളെ താങ്കളായ ചില ക്രിമിനൽ വൈദികരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി കൊട പിടിക്കുന്ന ഇഷ്ടം പോലെ ടീമുകളുണ്ട്. കണ്ടോ? ഇനി ഒരുപാടുണ്ട്. ബിഷപ്പുമാർ അംഗീകാരം വാങ്ങി നടക്കുന്ന ഈ ജോഷിനെ പോലെയുള്ള കത്തോലിക്ക സഭയിൽ 2 അച്ഛന്മാരെ പുറത്താക്കിയിട്ടുണ്ട്. കണ്ടോ? പെണ്ണുമണിയുടെ കേസിൽ അതെ ഒരു 3-4 അച്ഛന്മാരുടെ പേര് കൃത്യമായിട്ട് എനിക്കറിയാം. അറിയാം. അവൻ ഇത് ഈ നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറയാം. അതെ. ഇതൊക്കെ വലിയ പെണ്ണിനെ കൂട്ടത്തിൽ കൊണ്ട് നടക്കുന്ന അച്ഛൻ. അച്ഛനുണ്ടോ? ഇന്ന് അച്ഛനായിട്ട് ധ്യാനം ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരു, വലിയൊരു ധ്യാനഗുരു. അദ്ദേഹം ഇങ്ങനെ പെണ്ണിനെയും കൂട്ടത്തിൽ കൊണ്ടു നടക്കാന്ന് പറഞ്ഞത്. സ്വന്തമായിട്ട് ധ്യാനകേന്ദ്രമുണ്ട്. ഇത് ഞാൻ ഒരുപാടുണ്ട്. സ്വന്തമായിട്ട് ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ പരിപാടി പീഡനമാണ്. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ മറവിലല്ല ഇതാ നടക്കുന്നതെന്നായി ടീസം പറയുന്നത്. ധ്യാനിപ്പിക്കാൻ ഈ കുംഭസാരം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ ജീവചരിത്രം മുഴുവൻ തുറന്നും കേൾപ്പിക്കുക. ഈ കല്യാണം കഴിക്കാതെ വികാരം മുട്ടി നിൽക്കുന്ന അച്ഛന്മാരുടെ അടുത്തേക്ക് ഈ ലൈംഗിക കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാൻ പറഞ്ഞതല്ല, ടിസം പറഞ്ഞതാണ്. നാളെ അച്ഛന്മാരോട് എന്നോട് വിഷമിച്ചിട്ട് കാര്യമില്ല. എത്രയോ നല്ല അച്ഛൻ, ഒരു ചിറമേലച്ഛനുണ്ട്. ചിറമേലച്ഛൻ അദ്ദേഹം സ്വന്തം കിഡ്നി വേറെ ഒരാൾക്ക് ദാനം കൊടുത്ത ഒരു അച്ഛനാണ്. സ്നേഹനിധിയായ ഒരു അച്ഛൻ, ഒരു ഹിന്ദു സഹോദരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിലെ കിഡ്നി ഒരാൾക്ക് കൊടുത്തു. അതുപോലെ അച്ഛന്മാരുള്ളത് കത്തോലിക്ക സഭയിൽ. അന്നേരമാണ് ഇദ്ദേഹം പറയുന്നത് ഈ സൈസ് വൃത്തികേടുകൾ. ഒന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിൽ അറിയപ്പെടുന്ന ധ്യാനഗുരുവായ ഒരു വ്യക്തി, അദ്ദേഹം ധ്യാനം നടത്തുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ടീസം പറയുന്നത്. എൻ്റെ സഹോദര, എനിക്കൊരു ചോദ്യം ചോദിക്കുള്ളൂ. എന്തായാലും ഈ സൈസ് വൃത്തികേടുകളാണ്. ഇത് പുറത്ത് പറയാതിരിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു കുടുംബമല്ലേ? കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ് നിങ്ങളൊരു കുടുംബമല്ലേ? നിങ്ങളുടെ ഈ കുടുംബത്തിൽ നടക്കുന്ന ഈ വൃത്തികേടുകൾ പുറത്ത് പറയാതിരിക്കട്ടെ? നാണമാവില്ലേ ഇത് പറയാൻ? എന്തായാലും നിങ്ങൾ പെട്ടു, എന്നാൽ പിന്നെ ഇത് പുറത്ത് പറയാതിരിക്കട്ടെ.
എന്തൊരു കഷ്ടമാണ് നോക്കണം ഇവരുടെയൊക്കെ കാര്യമേ. എന്നിട്ട് കമ്പിക്കഥകൾ പറയുന്നത് പോലെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കമ്പിക്കഥകൾ എന്ന് പറയും. ലൈംഗിക കഥകൾ കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു സുഖം കിട്ടുമോ ഈ ടിസൺ ബ്രദറിന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു വലിയ അപകടമാണ്. കത്തോലിക്ക സഭ ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ കത്തോലിക്ക സഭക്ക് മതക്കാരനായ ഒരാൾ തന്നെ വിളിച്ചു പറയുമ്പോൾ അതിനെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും പെന്തക്കോസുകാരൻ്റെ മുകളിലേക്ക് വിരൽ ചൂണ്ടാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളോട് ഒരു വൈരാഗ്യമില്ല. ഞാൻ നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ നാറിയ കഥകളൊന്നും ആരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞു മാർപ്പാപ്പന്മാരുടെ ജീവചരിത്രം പറയുന്നു, എനിക്കത് പറയേണ്ട ആവശ്യമില്ല. എന്നെ കുറേ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര എന്തിനാണ് ഈ മാർപ്പാപ്പന്മാരുടെ ചരിത്രമൊക്കെ ഇനി പറയുന്നത്? ഞാനിതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, പ്രത്യേകിച്ച് എന്താ ഗുണം? പക്ഷേ എൻ്റെ വായിലോട്ട് കൊണ്ടൊന്ന് കോലിട്ട് കുത്തരുത്. പെന്തക്കോസുകാരന്മാരുടെ വായി കൊണ്ട് കോലിട്ട് കുത്തിയാൽ ചിലപ്പോൾ ചരിത്രം ഓരോ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് പോവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും. ടിസണിട്ട് അടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഓരോ ദിവസം ടിസൺ ചെയ്ത ക്ലബ് ഹൗസ് ചർച്ചകളും വീഡിയോകളും എടുത്തു വെച്ച് ഇങ്ങനെ ഞാൻ വലിച്ചങ്ങ് കീറിയിട്ട് ഭിത്തിയിലേക്ക് ഒറ്റ ഒട്ടിക്കലാണ്. അതോടുകൂടി പടമായി തീരുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സാജു തോമസിൻ്റെ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും എതിരെ പറയുമ്പോൾ അത് സൂക്ഷിച്ച് പറയണം. സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മക്കൾക്കെതിരെ പറയുന്നില്ല. ഒരു കുടുംബജീവിതം എന്താണെന്ന് നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരപ്പൻ്റെ വിലയും ഒരു അമ്മയുടെ വില എന്താണെന്ന് അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു ജ്യേഷ്ഠൻ്റെയും ഒരു അനുജൻ്റെയും ഒരു സഹോദരിയുടെയും വില എന്താണെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആരെക്കുറിച്ചും പറയില്ല. എനിക്കത് പറയേണ്ട ആവശ്യമില്ല. താങ്കൾ എങ്ങനെയാണെന്നോ അന്ന് താങ്കൾ കള്ള് കുടിക്കണോ, പെണ്ണ് പിടിക്കണോ, വ്യഭിചാരിയോ ആരായാലും എനിക്കെന്നെ, താങ്കളുടെ വീട്ടിലുള്ളവരായ എനിക്കെന്നെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ആശയപരമായി മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും സമയത്തെ വീഡിയോ കൊണ്ട് ഞാൻ എന്താ ആശയങ്ങൾ പറഞ്ഞു. ഇനി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത വീഡിയോയിൽ എനിക്ക് പറയാൻ കിടക്കുന്നു. ഇതാണ് ഞാൻ അന്നേ പറഞ്ഞു. ഞാൻ ടിസനോട് പറഞ്ഞു, ടിസൺ ബ്രദറിനോട് പറഞ്ഞു, നിർത്തിക്കോ. ലാസ്റ്റ് വാണിങ്ങാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ടിസൺ ബ്രദർ നിർത്തിക്കോ പരിപാടി. ഇല്ലെങ്കിൽ ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ അത് താങ്ങാൻ പറ്റുകയില്ല എന്ന് ഞാൻ കൃത്യമായി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിർത്തണമെങ്കിൽ നിർത്തിക്കോ, അല്ലെങ്കിൽ നാളെ അടുത്തത് പുറകെ വരുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദയവായി സ്നേഹിതന്മാരായ കത്തോലിക്ക മതവിശ്വാസികളോട് എന്ന് പറഞ്ഞാൽ മരിയൻ സഭക്കാരോട്, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സഭയല്ല, മരിയൻ സഭയാണ്. മരിയൻ സഭക്കാരോട് ഞാൻ പറയുന്നു, എനിക്ക് ഇതിൻ്റെ അകത്തൊരു ബന്ധവുമില്ല. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചു. ഇനി നിങ്ങൾ തീരുമാനിക്കണം, ഈ കത്തോലിക്കനെ നിങ്ങളൊരു കത്തോലിക്കനായിട്ട് കാണുന്നോ അതോ ഒരു കാതോലിക്കനായിട്ട് കാണുന്നോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹത്തെ നിങ്ങളുടെ കത്തോലിക്ക സഭയിൽ തുടർന്ന് നിങ്ങൾ കൊണ്ടുപോകണമോ അതോ നിർത്തണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചേ. നിർത്തിയാൽ നിങ്ങൾക്ക് തന്നെ ദോഷം, നിങ്ങൾ തന്നെ നാറും. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് നാറുണ്ടായെങ്കിൽ ഇങ്ങേരോട് ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെ നിർത്തി ഒന്ന് മാനസാന്തരപ്പെട്ട് അടുത്ത ആഴ്ച ഇദ്ദേഹത്തോട് കുമ്പസാരിച്ച് ഒരു കുർബാന കൈക്കൊണ്ട് അപ്പവും മീഞ്ഞും കഴിക്കാൻ പറയുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.